അതല്ലടോ, മ്യൂസിയം ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നൊരു സംശയം. ഞാൻ ആദ്യം വഴി വെച്ചിട്ട് കുഴിച്ചാൽ മതി. ഞാൻ മുകളിലേക്ക് പോകും. കടലിന്റെ നടുവൊന്നുമില്ലല്ലോ. എടാ ശിവ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുഴിച്ചപ്പോ സർക്കാരിന്റെ കക്കൂസിലെത്തി. ഇപ്രാവശ്യം സർക്കസ് കൂടാരത്തിലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, കുറച്ച് സർക്കസ് കണ്ടിട്ട് ബാക്കി കാര്യം. നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ്. വാടോ. കുളത്തുനിന്ന് കയറിയപ്പോ എന്തോ റിലാക്സേഷൻ ആണ്. പണിന്റെ അടി കിടന്ന് മടുത്തു. എടാ ശിവ, ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ അല്ലേ? കേറി വരികടോ. മുട്ടിന്റെ ചിരട്ടയ്ക്ക് തേഞ്ഞിട്ടില്ലേ? എങ്ങോട്ടാണ്ടോ? എങ്ങോട്ടാന്നൊക്കെ ആ തെണ്ടിക്ക് അറിയുള്ളൂ. ഈ നായ്ക്കളൊക്കെ സമ്മതിക്കണം. എങ്ങനെ ഈ നാലുകളിൽ നടക്കണ്? വെറുതെ നായിനൊക്കെ വിളിക്കണ്. ആടോ. എടാ ശിവ, തേങ്ങ ആക്കാൻ പോയത് ഓനിപ്പോ ഒരു ഉപകാരായി. പാഞ്ഞു കേറുന്നുണ്ട്. ഞാൻ ഇതിലെ പോവാ. അയ്യ, പറ്റിച്ച് കെണി കുടുങ്ങി. ചെങ്ങ മാറി എന്റെ മാറണ്ട. ഒന്നും കുമ്മനടിക്കാം. കൊറേ നേരമായി തുടങ്ങിയിട്ട്. അവിടെ കുഴിച്ചു എന്തായാലും കാരാമയാ പോയി. ചെടി മാന്തി. എന്നിട്ട് ജംബോ സർക്കസാ? മാറുന്ന ശനു ഒന്നിങ്ങനെ. ഇതാരെ ഇപ്പൊ ഈ ഗ്രൗണ്ടിലേക്ക് ചെളിപ്പോത്തുകൾ അഴിച്ചിട്ടേ? ചളിയായില്ലേ? ഞാൻ തുടച്ചുതരാം. എടാ, എവിടെടാ സർക്കസ്? തിരക്കൂട്ടല്ലേ? ആടെ പോയി കുത്തിരിക്കാ. കോമാളിക്കണ്ടാ. 90കളുടെ തുടക്കത്തിൽ മാത്രം നമ്മൾ കേട്ടുവന്ന ആ ശബ്ദം ശരിക്കും നോക്കടാ, ചെറുപ്പങ്ങൾ അച്ഛനേക്കത് അടിച്ചാ പിടിച്ചോ. ദിവാഞ്ചി മൂലയുടെ ശബ്ദം. അത് മറ്റൊന്നുമല്ല, കാതോർത്തിരുന്നോളൂ കാണികളെ, ബൈക്കുകളുടെ ഇരമ്പമാണ്. വന്ന് കുത്തിരി. ഇപ്പൊ തുടങ്ങൂലേ? ആടെ ചങ്ങായ സൂര്യക്കടാക്കല്ലേ. അല്ല, തുടങ്ങിയോ? ഇയാളെ തറ മനുഷ്യന്മാരെ കാണാത്തായി. എന്തുട്ട കോലം. ഇതെവിടെന്ന് വന്നീപ്പോ? ഞങ്ങള് കോഴിക്കോടുന്ന്. എന്തുട്ടിന്? ഞങ്ങള് കക്കാൻ വേണ്ടിട്ടാ. കക്ക പെറുക്കാൻ വേണ്ടിട്ടേ. ഇവിടെ നല്ല കക്ക കിട്ടുന്ന കേട്ടിട്ട് വന്ന. എന്താ അത് പരിപാടി? അറിയില്ലേ? ഇല്ല. ഇത് റേസ്. റേസോ? മറ്റവരൊക്കെ എപ്പോഴാ വരിക? ആര്? മറ്റേ ടൗസറിന്റെ പീസുകള്. അല്ലേട്ടാ, ഇതേതോ സ്ഥലം? അപ്പൊ ഗഡികളൊന്നും അറിയണ്ട വന്നല്ലേ? അല്ല, ഈ സ്ഥലത്തിനൊരു പേരുണ്ടാവുമല്ലോ. പേരുണ്ടല്ലോ. എന്താ പേര്? ഇത് ശരിക്കും സ്ഥലത്തിന്റെ പേരാ? പിന്നെ ഞങ്ങളെ നാട്ടിൽ ഇതൊരു ഒറ്റമൂലിയ. സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചിറ, മോതാറ്, കുണ്ടുങ്ങൽ, ഇതൊക്കെയല്ലേ സ്ഥലത്തിന്റെ പേര്. ആരപ്പ ഇതിന് അങ്ങനെ ഒരു പേരിട്ട്? ഋഷിയേട്ടൻ, സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു 4 ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എന്താ പിള്ളേര് ഒരു കെട്ടിമാറപ്പ്? അല്ലട്ടാ, ശരിക്കും ഇപ്പൊ എന്താ പരിപാടി? ഇതല്ലേ നമ്മുടെ പൂരം, തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരാണിത്? അതെന്നെ. പൂരൊക്കെ പാടെ ന്യൂ ജനറേഷൻ ആയില്ലേ. പണ്ടൊക്കെ ആനപ്പുറത്തല്ലേനോ, ഇപ്പൊ ബൈക്കിന്റെ മുകളിലായി. എന്താണ്? ആനയുണ്ട്, ചെണ്ടയുണ്ട്, നല്ല പെടക്കണ അമിട്ടുണ്ട്. പക്ഷെ ഇത് ആനക്കട ചുള്ളനെ കണ്ട. ആ ചുള്ള നിമ്മക്ക തന്ന പൂരാ. ഏതാ പോലീസുകാരനോ? താടി വെച്ച ഗഡിയേ നമ്മടെ കളക്ടർ. താടി വെച്ച കളക്ടറോ? ഗഡി താടി പണിക്കട ചെമ്പോരെ ലാഭിച്ച് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുക. നിങ്ങൾ എന്തൊക്കെയാന്ന് ഇപ്പൊ അറിയണ? ഒന്നും മനസ്സിലാവില്ലല്ലോ. പക്ക ലോക്കൽസ് ആണല്ലോ. അതാ കിട്ടണമെങ്കിലേ ആദ്യം നമ്മുടെ കളക്ടറിൽ നിന്നാ തുടങ്ങണം. നിങ്ങൾ തുടങ്ങി. ഞങ്ങൾ എന്തിനും റെഡിയാ. കണ്ടില്ല, മേത്തൊക്കെ ഫുള്ള് ചളിയായിട്ട് അധ്വാനിക്കുന്ന ജനവിഭാഗം. തുടങ്ങി നിങ്ങൾ. തുടങ്ങാലോ. ലോട്ടറി പെട്ടിക്ക് മുതല് കഥയാ വാസുട്ടാ, ഇതല്ല. തൃശ്ശൂരിന് പുതിയ കലക്ടർ. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന സാജൻ ജോസഫ് IAS ജില്ലാ കളക്ടറായിട്ട് ചാർജ് എടുത്തു. കൊള്ളാലോ. സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഷിബുന് ഹെൽമെറ്റ് ഇല്ലേ? ഇല്ലേ സർ, വലിയ തലയാണ്, ഒന്നും ഫിറ്റ് ആവില്ല. സാറേ, നമുക്ക് കാറിൽ പോവാം.
എന്തിനാന്നേ നമുക്ക് സിറ്റിയൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഞാൻ എന്നാ ഡയറി എടുത്തോണ്ട് വരാം. കഷ്ടകാലേഷു കോണേഷു ഭഗ സർപ്പല്ലു. എന്താ കഷ്ടകാലത്തിൽ കോണകം വരെ സർപ്പായിട്ട് ഭവിക്കുന്നു. കളിക്കല്ലേ. ഇന്നത്തെ ഷെഡ്യൂൾ എന്തൊക്കെയാ? 9:30 സ്ഥലം MLA ആയിട്ട് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ രക്തദാന ക്യാമ്പ്. അപ്പോൾ ചിൽഡ്രൻസ് ഹോം അത് ലിസ്റ്റിലില്ലേട്ടാ. കയറും. സാറേ ഹമ്പൊക്കൊന്ന് ശ്രദ്ധിക്കണട്ടാ. അങ്ങനെ നമ്മുടെ കളക്ടർ സാജൻ ജോസഫ് തൃശ്ശൂര് ചാർജ് എടുത്ത 2ാമത്തെ ദിവസം. സാറേ ഇതാ കാണുന്നതാണ് പുത്തമ്പള്ളി. അതോ? ഭയങ്കര സംഭവട്ടാ. ബൈബിൾ ടവറൊക്കെ ഉണ്ട്. ഇത് മുനിസിപ്പൽ സ്റ്റാൻഡ്. ഈ ലെഫ്റ്റ് കാണുന്നത് കോർപ്പറേഷൻ ഓഫീസ്. ഇതാണ് ശക്തൻ തമ്പുരാൻ. ഓക്കെ. പിന്നെ നേരെ കാണണ്ട, അതാണ് വടക്കുന്നാഥ ക്ഷേത്രട്ടാ. അതിന്റെ തെക്കേ നടയാണ്. ഈ വിളംബരവും കുടമാറ്റവും ഒക്കെ എവിടെയല്ലാണ്? അതന്നെ ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ തിരുവമ്പാടി ക്ഷേത്രം. പിന്നെ നേരെ പിടിച്ച വടക്കേ സ്റ്റാൻഡ്. വടക്കുന്നാഥന്റെ മുന്നിൽ തൊഴുതു വന്നൊന്നു നിന്നേ കാലം. അല്ലെങ്കിലും പണ്ടത്തെ പോലെ ഇപ്പോൾ രക്തദാന ക്യാമ്പിനൊന്നും ആളെ കിട്ടാറില്ല. പറ്റുമ്പോഴൊക്കെ രക്തം ദാനം ചെയ്യണമെന്നാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ ഇതിപ്പം ഈ മാസത്തെ 3ാമത്തെ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനമാണ്. ഇവിടെ കളക്ടറായിട്ട് ചാർജ് എടുത്തതിന് ശേഷം ആദ്യ രക്തദാന ക്യാമ്പായതുകൊണ്ട് രക്തം കൊടുക്കാതിരിക്കുന്നതും ശരിയല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ ഗൺമാൻ ശ്രീ PP ഷിബു രക്തം ദാനം ചെയ്യുന്നതാണ്. സാറേ എനിക്ക് പൈൽസ് ഉണ്ട്. താനെന്തിനാ ഇങ്ങനെ ഇളകുന്നത്? ഒന്ന് ശാന്തനായിട്ട് പറയണോ. ശാന്തതയ്ക്ക് പോണെങ്കിൽ പൊട്ട സാറേ. നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സാറേ ഒന്ന് വേഗം പറ. സാർ വിധവാ പെൻഷനുള്ള അപേക്ഷയാ. സെക്ഷൻ ഓഫീസിൽ അന്വേഷിച്ചായിരുന്നു. അയ്യോ ഏത് സെക്ഷനാന്ന് അറിയില്ല. ശരിയാക്കാം കേട്ടോ. ഉപകാരം സാർ. ശരി. എന്താ എന്താ പ്രശ്നം? ഒരു ചായ കുടിച്ചിട്ട് വരാം. ബാബാ അയാളൊരു അഹങ്കാരേ. വാ അടങ്ങടേ. സാർ ആ പോയതാണ് നമ്മുടെ MLA. ഷിബു ബൈക്കൊന്ന് പാർക്ക് ചെയ്ത്. ആ സാർ. ഉണ്ണേട്ടാ ഒരു കാപ്പി. ശരി സാർ. ദഫേദാറിനെ ഏട്ടാന്ന് വിളിക്കുന്ന ആദ്യത്തെ കളക്ടറാ സാറ്. എന്താ മതി കയറി. പ്രമുഖന്മാരുടെ വാർത്തകൾ ശരിക്കും പറയുന്നത് ഇപ്പോൾ ഓൺലൈൻ ട്രോളർമാരാ. ഇതൊന്നും വായിച്ചിട്ട് ഒരു കാര്യമില്ല. മൂപ്പര് ആദ്യം ചെയ്ത കാര്യം എന്താ വെച്ചാല് നമ്മുടെ ദിവാഞ്ചിമൂലയുടെ കെട്ട അയച്ചു. എവിടെ ഈ ദിവാഞ്ചി മൂല? ഇന്നലത്തെ റിപ്പോർട്ടിലും കണ്ടല്ലോ. അതുപോലെ ആലും വെട്ടുവഴി, പുല്ലേഴി, ഈ സ്ഥലങ്ങളൊക്കെ എന്നും വാർത്തകളിലുണ്ടല്ലോ. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇഷ്യൂസ് പലതാണ്. പലതും ഗ്യാങ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാ. മറ്റ് പട്ടണങ്ങളിലെ പോലെ അത് വേറൊരു ലോക. ദിവാഞ്ചി മൂല.